ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴങ്കഞ്ഞിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രാത്രി ബാക്കി വന്ന ചോറാണ്, മട്ട അരിയുടെ ചോറാണ് കേട്ടോ. അതാണ് നല്ലതെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ രാത്രിയിൽ നമുക്ക് ആവശ്യമുള്ള ചോറെടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. നമ്മൾ കഴിക്കുന്ന അത്രയും മാത്രം എടുക്കുക. ആ വെള്ളം കൂടി കഴിക്കേണ്ടതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് അടച്ച് വെക്കാം. ഇനി രാവിലെയാണ് കേട്ടോ നമ്മൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കഴിക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ എന്താണോ ഉള്ളത് അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. തൈര് മസ്റ്റായിട്ടും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് എന്താണെന്ന് നോക്കാം. ആദ്യം ഉപ്പ് ചേർക്കാം. ഈ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ചേർക്കുന്നത് ഇത്രയൊക്കെയാണ്. മമ്പയർ ഉപ്പേരിയുണ്ട്, രാത്രിയത്താണ് കേട്ടോ. പിന്നെ തൈരുണ്ട്, പിന്നെ കാന്താരിയും ചെറിയുള്ളിയും കൂടി ചതച്ചതുണ്ട്, ഉണക്കമീനുണ്ട്. അപ്പോൾ അത് ആദ്യം തൈര് ചേർക്കുന്നുണ്ട്. മുഴുവനായിട്ട് ചേർക്കുന്നില്ല, ഒന്ന് ഇളക്കി ഒന്ന് കഴിച്ചതിന് ശേഷം ബാക്കിയും കൂടെ ചേർക്കാം. ഇത് പരിപ്പും വെള്ളരിയും കൂടെയുള്ള കറിയാണ്, അതും ചേർത്തിട്ടുണ്ട്. പിന്നെ മമ്പയറും കൂടെ ചേർത്താം. മീൻ കറിയൊക്കെ ഉണ്ട്, ഞാനത് ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ചമ്മന്തി ചേർക്കാം. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞെരടി എടുക്കണം. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് ചേർക്കുന്നുണ്ട്. ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഉപ്പിലിട്ട മാങ്ങയും ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.